ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ബജ്ജിതല പാർട്ട് 2 വീഡിയോ ആണ്. ഞങ്ങളിപ്പോൾ പോകുന്നത് നിയോം വൈൽഡ് ലൈഫ് റിസർവിലേക്കാണ്. വൈൽഡ് ലൈഫ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് മൃഗങ്ങളൊന്നുമില്ല കേട്ടോ, വെറും 4 മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ. ബജ്ജിതല പോകുന്ന വഴി ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി ചോക്ലേറ്റ് എടുക്കാം. ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞു. സ്മോൾ സൂപ്പർ മാർക്കറ്റ് ബജ്ജിതയിൽ പോകുന്ന വഴി. ബജ്ജിതയിലാണ് ഇത്. സോ ഞങ്ങൾ എടുത്തത് ഒരു ലേസ്, ഒരു ക്യാരമലിൻ്റെ പോപ്കോണും പിന്നെ സ്നിക്കേഴ്സും മതി. വെള്ളം ഉണ്ടല്ലോ നമ്മുടെ അടുത്ത്, ഡ്യൂ ഒക്കെ ഉണ്ടല്ലോ. ഗൈസ്, അങ്ങനെ നമ്മൾ നിയോം വൈൽഡ് ലൈഫ് റിസർവ് എത്തിയിരിക്കുകയാണ്. ആക്ച്വലി കയറണമെങ്കിൽ നമുക്ക് പാസ് വേണം കേട്ടോ. നേരത്തെ കൂട്ടി നമ്മൾ പാസ് എടുക്കണം. പക്ഷേ ഞങ്ങളുടെ പാസ് എടുക്കാൻ നോക്കിയിട്ട് നടന്നില്ല സൈറ്റിൽ കയറിയിട്ട്. പുള്ളിക്കാരൻ അബ്ദുറഹ്മാൻ സൗദി ആയിക്കൊണ്ട് കുഴപ്പമില്ല, സംസാരിച്ച് നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇപ്പം കയറുന്ന മുമ്പ് പുള്ളിക്കാരൻ കുറച്ച് ഇൻസ്ട്രക്ഷൻ തന്നായിരുന്നു. അതായത് 40 കിലോമീറ്ററിന് മുകളിൽ പോകാൻ പാടില്ല. പിന്നെ If you are Saudi, then no worry. If you are from the other country, I think these are from India. India. They are from India. ഇതാണ് പുള്ളിക്കാരൻ നമുക്ക് തന്ന മാപ്പ്. എന്തെങ്കിലും ഡൗട്ട് നമ്മൾ ഇതിനകത്ത് നോക്കിയാൽ മതി. ഇതായിരിക്കും നമ്മുടെ എക്സിറ്റ് എൻട്രി അല്ലേ? ഇതല്ലേ പറഞ്ഞത്? എക്സിറ്റ് എൻട്രി വരുന്നത് ഇവിടെ തന്നെയാണ്. പിന്നെ ഇത് നമുക്ക് ഫുള്ള് ചുറ്റാൻ പറ്റും നമുക്ക് ഇവിടെ. പിന്നെ മാപ്പിലെല്ലാം കാണിക്കുകയും ചെയ്യും. ഈ ആനിമൽസ് ഇവിടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 4 തരം മൃഗങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന്. നമുക്ക് കിട്ടിയിരിക്കുന്ന മാപ്പിനകത്ത് അത് കാണിച്ചിട്ടുണ്ട്. റെഡ് നെക്ക് ഓസ്ട്രിച്ച്, ഗസാൽസ്, അറേബ്യൻ ഓറിക്സ്, നൂബിയൻ ഐബെക്സ് എന്നീ 4 മൃഗങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ആദ്യത്തെ സ്പോട്ടിൽ കിട്ടിയിരിക്കുന്ന 2 മാനാണ്. 2 കുട്ടി മാനാണ് കിട്ടിയിരിക്കുന്നത്. ഒട്ടകപക്ഷി സ്പോട്ട് ചെയ്തിരിക്കുകയാണ് രണ്ടാമത്. ഇത് ഒരു വലിയ സംഭവം, വലിയൊരു പാർക്കാണ്. തോറും ഓരോന്നിനെ കാണാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. ഗൈസ്, വീണ്ടും ഒരു മാനാണെന്ന് തോന്നുന്നു. ഒരെണ്ണത്തിനെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. ഒരെണ്ണം വലുതും ഒരെണ്ണം വലുതല്ല, രണ്ടും ചെറുത് തന്നെയാണ്. ഒരെണ്ണം ഒരു മീഡിയം സൈസ്, ഒരെണ്ണം ചെറുതാട്ടോ. അത് കൊടുത്തു സംഭവം നൈസാണ്. നമ്മൾ കാറിനകത്തിരുന്ന് അവർക്കൊരു ശല്യമില്ല, നമുക്ക് ശല്യമില്ല. കാഴ്ച കണ്ടില്ല പോവാം. 2 നല്ല വലിയ കൊമ്പുള്ള ആടുവർക്കത്തിൽപ്പെട്ടായിരിക്കും അത്. ഈ സംഭവം എന്നറിയോ, നമ്മുടെ ഖത്തർ എയർവേസിന്റെ സിമ്പലില്ലേ, എയർവേസിന്റെ ഒക്കെ ആ ഒരു എംബ്ലത്തിലുള്ള സംഭവം മൃഗം. ഇവിടം വരെയാണ് ഇതിന്റെ ഫെൻസ് ഉള്ളത് കേട്ടോ. ഇവിടെ ബോക്സാണ് കാണിച്ചത്. ദൂരെ ഒരു ഒട്ടകപക്ഷി കണ്ട. ഇങ്ങനെ ഒരുപാടുണ്ട്. അതായത് എല്ലാം അങ്ങും കിടക്കുകയാണ്. നമുക്ക് പോകുന്ന വഴിയിൽ 1-2 കാണാം. ഇങ്ങനെ ഇതാണ് പിക്നിക് ഏരിയ. അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇരിക്കണമെങ്കിലൊക്കെ ഒരു ചെറിയൊരു ഷെഡ് പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഒരു കേവ് ഉണ്ടെന്നാണ് അബ്ദുറഹ്മാൻ പറയുന്നത്. നല്ലതാണെന്ന് പറയുന്നത് കേവ്. ഇനി അടുത്ത് അങ്ങോട്ടായിരിക്കും പോകുന്നത്. നിൽക്കുന്നു 15 ഉണ്ട് അവിടെ. ഞങ്ങൾ പക്കാ ഓഫ് റോഡ് എത്തി, കാണിച്ചു തരാം. ഇറക്കം നോക്കി, അടിപൊളി കേട്ടോ. ഇത്തനോളം ഇറക്കാം. ഫൈനലി ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ കാറ്റ് വീശണം.
കാറ്റിടണം. പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു 20% അത്ര പാടുള്ളൂ എന്ന്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ സംഭവം. മുകളിൽ നിന്ന് ഇങ്ങനെ 2 മലയുടെ നടുക്കൂടെ ഇങ്ങനെ പോകുന്നത് അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ തട്ടുകെട്ട് പോലെ ഇങ്ങനെ ഇരിക്കുക. അലി ഫിനിഷ് ഗൈസ്, ഓരോന്ന് പറയുന്നത് ഇനിയും കാറ്റ് വിട്ടിട്ടുണ്ടോ? നമ്മുടെ വണ്ടി ഭയങ്കര നേരമുള്ള സ്ഥലം കേട്ടോ. അതുകൊണ്ട് ഞാൻ വെളിയിറങ്ങി നിന്ന് ജസ്റ്റ് നോക്കിയാണ്. നല്ല രസമുണ്ട് കേട്ടോ. സീ, ഇതുവഴിയാണ് നമ്മൾ പോകുന്നത്. 2 വലിയ പാറകൾ, 2 വലിയ പാറ നടുക്കൂടെ ഒരു വണ്ടി പോകത്തുള്ളൂ കഷ്ടിച്ച്. അത്രയുള്ള ഗ്യാപ്പ്. അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയൊക്കെ ഫ്രണ്ടിലോട്ട്. ഇങ്ങനത്തെ സ്ഥലം ഞാൻ ഇവിടെ കാണുന്നു ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഈ സ്ഥലം. 2 പാറകളും ഈ ഓഫ് റോഡും കൂടെ എപ്പോഴത്തേക്കും സൂപ്പർ. ശരിക്കും പറഞ്ഞാൽ ഈ പാറയുടെ ഒക്കെ ഷേപ്പാണ്, നോക്കിയാൽ മതി. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. സൗദിയിൽ ഇത്തരത്തിൽ ഹിഡൻ ആയിട്ടുള്ള സ്പോട്ട് ഒരുപാടുണ്ട്. നമ്മളധികം വീഡിയോ കണ്ടിട്ടില്ല സൗദിയുടെ ഇങ്ങനത്തെ ഒരു സ്ഥലങ്ങളൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല. ഗായ്സ് നോക്കിയേ, ഇത് പറഞ്ഞാലും നമുക്ക് മടുക്കത്തില്ല കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട് സ്ഥലം. ഓരോ തട്ടുകെട്ട് പോലെയാണ് കിടക്കുന്നത്. മേളിൽ നിന്ന് താഴോട്ടില്ലേ, ഓരോ ലെയർ പോലെ ഇങ്ങനെ കിടക്കുക. നല്ല ഷേപ്പിലും നല്ല രസമുണ്ട് കാണാൻ. നമ്മുടെ വണ്ടി അവിടെ തന്നെ കാണിച്ചു തരാം കേട്ടോ. വരുന്നുണ്ട്. അവിടുത്തെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വണ്ടി ഇതേ വന്നുകൊണ്ടിരിക്കുക 2 മലകളുടെ നടുക്കൂടെ. ഇവിടെ തീർന്നു. ഇവിടെ മല ഉള്ളു. അവിടെ തീർന്നു. അവിടെ മല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ട്രിപ്പിൽ ഞങ്ങൾ വന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സ്പോട്ടായിരുന്നു. അത്ര അടിപൊളി സ്പോട്ടായിരുന്നു അല്ലേ? ഭയങ്കര സ്പോട്ടായി പോയി. മൊത്തം കയറിയിട്ടില്ല. വണ്ടി പൊതഞ്ഞ റോഡുണ്ട്, പക്ഷെ കയറില്ല. നോക്കാം. പക്ഷെ കയറിയില്ല. Last chance. Okay, last chance. Can you give me last chance? Yes, sure. Yes. ജസ്റ്റിന് പോയിട്ടാ കേറി. ഓൾമോസ്റ്റ് കേറി. ചെറുതായിട്ടും കൂടെ ഉള്ളു. ഇല്ല, ഈ ടൈമും പോയട്ടോ. ജസ്റ്റ് മിസ്സായി പോയി പ്രാവശ്യം. ഒടുവിൽ തോൽവി സമ്മതിച്ചു. ഇനി തള്ളണം ഞങ്ങൾ. ഇത്രയും കയറി കേട്ടോ. ഇപ്പം കയറി. പക്ഷേ ഈ ഒരു ഏരിയ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇവിടെ നല്ല പദമുണ്ടാണ്. ഇവിടെയാണ് നമുക്ക് പണി കിട്ടിയത്. തള്ളു. കമാൺ. ഞാൻ പ്രോത്സാഹിപ്പിക്കാം നിങ്ങളെ. കേറി ഓൾമോസ്റ്റ് കയറി കേട്ടോ.
അഞ്ചാറെണ്ണം നിപ്പുണ്ട് അവിടെ. Their home is there. That's why. ഒരു അഞ്ചാറ് മാനല്ല, മാൻ്റെ വർഗത്തിൽപ്പെട്ട സാധനം. ഇത് 2 മാൻ. Last time, what do you know? You want that small one? ഇത് അവിടെ രണ്ടെണ്ണം വഴി വിടുന്നു. കൊമ്പ് വെക്കുന്നു. 2 അവിടെ കൊണ്ട് കൊമ്പ് ഓർക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു 2, 4, 6, 7 എണ്ണം ഉണ്ട്. ഇടയ്ക്കൊന്നും. ഇവിടെ ഇടയ്ക്കൊരെണ്ണം നിപ്പുണ്ട്. ഇങ്ങനെ 7, 8 ഹിയർ ആൾസോ. ഇങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ഇങ്ങനെ കുറേ കാഴ്ചകൾ കാണാം. ചങ്ങും ആയിരിക്കില്ല നിൽക്കുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ സീക്രട്ട് ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. അറിയത്തില്ല, നമുക്ക് പറയാൻ സംഭവം. എന്താണ് സംഭവം? അത് മറ്റേ വള്ളിച്ചിരി. ഇവിടം വരെ വണ്ടി എടുത്തു കേട്ടോ നമുക്ക്. അവിടെ നാരോ റോഡാണ്, അപ്പം അവിടെ പോകാൻ ചാൻസ് ഇല്ല. അല്ല, ചാൻസ് ഇല്ലെന്നല്ല, പോകത്തില്ല. സീക്രട്ട് ഗാർഡനിലേക്കുള്ള യാത്ര. ഇല്ല, വണ്ടി അവിടെ പോകത്തില്ല. ഇവിടെ ഇടിയും കിടക്കെ. ഇങ്ങോട്ടൊക്കെ വണ്ടി പോകുന്നുണ്ട്, പക്ഷേ അവിടെ ഇടിയും കിടക്കുന്നുണ്ട്, വണ്ടി കൊണ്ട് വരത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി പോയാൽ സുഖമായിട്ട്. നല്ല പൂഴി മണ്ണല്ലേ, ഭയങ്കരമായിട്ടും പുതഞ്ഞു നിന്നുണ്ട്. അത്രയ്ക്ക് നല്ല പൂഴി മണ്ണ്. ഈ സംഭവമാണെന്ന് തോന്നുന്നു സീക്രട്ട് ഗാർഡൻ എന്ന് പറയുന്നതല്ലേ. ഇതന്നെ സംഭവം, പ്രത്യേകിച്ച് ഇല്ലെന്നല്ല, നല്ലതാണ്. മലകളൊക്കെ എന്നാലും അടിപൊളിയാട്ടോ, ഭയങ്കര രസമുണ്ട്. എല്ല നമുക്കാണെങ്കിൽ മൗണ്ടൻ ക്ലൈംബ് ചെയ്യാം കേട്ടോ. അവരിവിടെ അതിൻ്റെ ഹുക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഹുക്കുണ്ട്, പക്ഷെ ബാക്കി റോപ്പും കാര്യങ്ങളൊക്കെ വേണം. മേളിലൊക്കെ സംഭവമുണ്ട്. യെസ് നമുക്ക് പുറത്ത് വെയിലാണെങ്കിൽ ഇവിടെ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ഒരുപാട് അല്ലെങ്കിൽ ചെറുതായിട്ട് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ കാണുന്ന പോലെ ഉണ്ട, അവിടെ ഹുക്കുണ്ട് കേട്ടോ. മൗണ്ടൻ ക്ലൈമ്പിങ് ചെയ്യാം. അവർ അതിൻ്റെ ഹുക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. ക്യാമറയിൽ കിട്ടുമെന്ന് അറിയത്തില്ല. ദർശനം കേട്ടോ അത്. എവിടെ ദൂരെ കുറേ ഉണ്ട് അല്ലേ. സംഭവത്ത് ഞങ്ങളുടെ അടുത്തോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഫുഡ് കൊടുക്കുന്ന പ്രതീക്ഷയായിരിക്കും ഞങ്ങളുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അവർ കയറുന്ന മുമ്പ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ പുറത്തിറങ്ങാനോ അതിനെ ഫീഡ് ചെയ്യിക്കാനോ പാടില്ല എന്ന്. കണ്ടതിൽ വെച്ച് ഏറ്റവും കിട്ടില്ല സാധനം ഇപ്പം ഏറ്റവും അടുത്ത് കണ്ട്. നൈസായിരുന്നു. റൂൾസ് ആയിക്കൊണ്ടാണ് നമ്മൾ പിന്നെ പുറത്തിറങ്ങാത്തതും അതിനെ ഫീഡ് ചെയ്യിക്കാത്തതും. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. ഫൈനലി ഫിനിഷ്. നമ്മൾ എക്സിറ്റ് ആകാൻ പോയാണ്. എക്സിറ്റ് ആകാൻ പോയാണ് നമ്മൾ. 3 ഒട്ടപ്പക്ഷി നമ്മൾ കണ്ട്. പക്ഷെ ഇവർ പറയുന്നത് വെച്ചാൽ 18 ഉണ്ടെന്നാണ്. ഇപ്പൊ പോയിട്ട് വന്നപ്പോൾ വണ്ടിയുടെ കോലം കാണിച്ചു തരാം കേട്ടോ. ബാക്ക് സൈഡ് 1 മിനിറ്റ്. അടിപൊളിയല്ലേ. ഞങ്ങള് സ്ഥലം കണ്ടുപിടിച്ചിരിക്കുകയാണ് ലഞ്ച് പ്രിപ്പയർ ചെയ്യാനുള്ള. ഇതാണ് സ്ഥലം. ഭയങ്കര ടയർഡായി. ഇപ്പം സമയം 3:15. ഇവിടുത്തെ മണ്ണ് ഉണ്ടോ, അല്ല ചുവന്ന പൊടി മണ്ണ്. അങ്ങനെ കുക്കിങ്ങിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഏകദേശം റെഡിയായി. സവാളയും തക്കാളി അരിഞ്ഞ് വെച്ചു. ഇത് ലാമ്പിൻ്റെ ഫാറ്റാണിത്. പുള്ളിക്കാരൻ്റെ ഫുൾ സെറ്റപ്പുള്ള സംഭവങ്ങളുണ്ട്. ഫുള്ള് ഒരു ക്യാമ്പിങ്ങിന് കൊണ്ടുപോകണം ഫുൾ ഐറ്റം. ഇത് കണ്ടില്ലേ, കോരാൻ വേണ്ടിയിട്ടുള്ള സംഭവം.
നമ്മുടെ ഷെഫ് സവാള ഇടുന്നുണ്ട്. ലഞ്ച് ഇനിയിപ്പം ഡിന്നറാവും. ഇപ്പം തന്നെ 5 മണിയായി. ഒരു സെറ്റ് ലിവർ റെഡിയായിട്ടുണ്ട്. സംഭവം സെറ്റാണ്. അടിപൊളിയായിട്ടുണ്ട്. അയ്യോ ഫൈനലി കഴിക്കാറായി. ഫൈനലി കഴിക്കാൻ എത്ര ഏകദേശം 6 മണിയായി. സൂപ്പർ. بعدين അലി كويس. താങ്ക് യു ഹബീബി. തീർന്നു. എല്ലാവരും മതിയാക്കി. അങ്ങനെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം ഒതുക്കി ഇനി നേരെ ക്യാമ്പിലോട്ട്. ഇന്നത്തെ പരിപാടി ഫുള്ള് കഴിഞ്ഞു.